തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും വൻ പരാജയം ഉണ്ടായപ്പോൾ നല്ല വിജയം ഉണ്ടാക്കിയ ഒരു ഏറിയ തളിപ്പും പേരിയാണ്. തളിപ്പ് മുനിസിപ്പാലിറ്റിയിൽ CPM-നാണ് ഏറ്റവും കൂടുതൽ സീറ്റ്. തളിപ്പ് ഏരിയയിലാണെങ്കിൽ ഒരു 2 സീറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അന്ന് മുനിസിപ്പാലിറ്റി ഭരണത്തിന് അത്ര നിലക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നല്ല പ്രവർത്തനം നടത്തി. ഞാൻ പറഞ്ഞു, ഞാനും അവിടുത്തെ ഏരിയ സെക്രട്ടറി സന്തോഷം ഒക്കെ ചേർന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളത്. നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനതിന് പേര് ഇത്രയധികം ചുമതല അതുകൊണ്ട് അവർ മതി, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഗോവിന്ദ മാഷ് ഇരിക്കുന്നുണ്ട്. മാഷോടെ പറഞ്ഞു, മാഷേ എനിക്ക് നിങ്ങൾ ഈ നയത്തോടെ എനിക്ക് യോജിപ്പില്ല. മാഷോടെ തന്നെ പറഞ്ഞു, ഇതിനോട് എനിക്ക് യോജിപ്പില്ല. 3 തവണ MLA ആയിരിക്കും, 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്കാവില്ല, കാരണം എനിക്കിതിനോട് യോജിപ്പില്ല. കാരണം നിങ്ങൾക്ക് നമ്മളെ പാർട്ടിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയുമെന്നറിയില്ല. കാരണം 2 ടേം ആയാൽ പിന്നെ മത്സരം പാടില്ല എന്നാണ്. അങ്ങനെയാണല്ലോ ശംസീർ നടന്ന് ഒഴിവാക്കിയല്ലോ. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായത്? 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയെ കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഇതിനെ രൂക്ഷമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ യോഗത്തിൽ പോയി, DC യോഗത്തിൽ പിന്നീട് പങ്കെടുക്കുന്ന പക്ഷേ അവർ DC പങ്കെടുത്തു. DC യോഗത്തിൽ പോയി. ആ DC യോഗത്തിൽ ഞാനാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിച്ചത് ഞാനാണ്. എൻ്റെ അധ്യക്ഷതയിലാണ് DC യോഗം ചെയ്തത്. അവിടെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. DC-യിൽ അവർ DC മെമ്പർമാർ. ഞാനാണ് അധ്യക്ഷൻ. എൻ്റെ അടുത്ത് ഗോവിന്ദ മാഷ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷ ഒരു കാര്യം, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് നിയന്ത്രിച്ചോട്ടെ. കാരണം അത്രയും വലിയ ചർച്ചയാണ്, ഭയങ്കരമായ ചർച്ചയാണ്. ഞാനൊന്ന് മാഷ പറഞ്ഞു വേണ്ട, അവർ നടത്തിക്കോട്ടെ. അത്രയും വലിയ ചർച്ച അവിടെ നടന്നു. അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ജനാധിപത്യ രീതിയാണ്, മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. അവിടെ പങ്കെടുത്ത ആളെ കൂട്ടത്തിൽ 3 പേരൊഴികെ, മണ്ഡലം കമ്മിറ്റിയിൽ 3 പേരൊഴികെ മുഴുവൻ ആളുകളും രൂക്ഷമായ വിമർശനം എത്തി ഗോവിന്ദ മാഷ് ഇരുത്തിക്കൊണ്ട്. ആരൊക്കെയുണ്ട്? MV രാജൻ, PJ രാജൻ, KK രാഗേഷ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെ MV മാഷ് യഥാർത്ഥത്തിൽ ആ യോഗത്തിൽ പോട്ട കാര്യം തന്നെയില്ല. പക്ഷേ അവിടെ പോയി നല്ലോണം കേട്ടു. മുഴുവൻ ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ വിമർശനം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ ഇരുത്തി ഇത്രയും വലിയ വിമർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ വിമർശനമെല്ലാം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. പിന്നെ ആൾവിടെ ഒക്കെ അങ്ങനെ പിന്നെ അതിലൊന്നും മാറ്റം വരലുണ്ടാവില്ല. പാർട്ടിയിൽക്കുള്ളിൽ ജനാധിപത്യം നേട്ട് നല്ല രീതി തന്നെയാണ്. പക്ഷേ അവിടെ പറഞ്ഞു കേട്ട അഭിപ്രായമൊന്നും പാർട്ടി പരിഗണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം, ജില്ലാ അഭിപ്രായം കേട്ടാൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. അതെല്ലാം പോട്ടെ, അവസാനം DC-യുടെ അഭിപ്രായം കേട്ടാലെങ്കിലും സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു മാറും. കാരണം അപകടമാണ്, തളിപ്പുമ്പോൾ തോൽക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, തളിപ്പം നമുക്ക് കിട്ടില്ല. അതൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ രീതി പ്രകാരമാണെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽ ഒറ്റക്കെട്ട അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പുനഃപരിശോധിക്കണം എന്നാണ്. അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കുന്ന സ്ഥാനാർത്ഥിനെന്നാണ്. എന്നാൽ ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പുനഃപരിശോധനയും പാർട്ടിയിലുണ്ടായില്ല. ഇതടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. കാരണം അത് പറഞ്ഞിട്ടുണ്ട്, അത് വളരെ വൈകാരികമായൊരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. കാരണം 10-60 വർഷക്കാലം, 10-55 വർഷക്കാലം മെമ്പർഷിപ്പിലും അതിൽ 25 വയസ്സ് മുതൽ നേതൃസ്ഥാനത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പാർട്ടി നേതൃസ്ഥാനത്ത് 25 വയസ്സ് മുതൽ. എനിക്ക്
ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുഖത്തിരിക്കാൻ പറ്റാത്ത ബന്ധം. അത് ജില്ലയിൽ മൊത്തം ജില്ലയുടെ പ്രത്യേകിച്ചും തളിപ്പറമ്പ്, മയ്യിൽ, ആലക്കോട്, ശ്രീകണ്ഠാപുരം തുടങ്ങിയിട്ടുള്ള ഏരിയയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരാളും ഞാനുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കപ്പെടും. കാരണം ഞാൻ പാർട്ടിക്കാരനല്ല. എന്നെ ജനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരനായതുകൊണ്ടാണ്. ജനങ്ങളായിട്ടുള്ള എൻ്റെ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാരനായതുകൊണ്ടാണ്. അതെല്ലാമാണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടാവേണ്ടുന്ന ചില ധാർമ്മികതയുണ്ട്, ചില നീതിബോധമുണ്ട്. അത് നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ ഞാൻ തീരുമാനിക്കും ആരാ സ്ഥാനാർത്ഥി, എൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് തന്നെ തീരുമാനം. എന്ന നില വരുന്നത് പാർട്ടിയെ തകർക്കും.